ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റെഡ്ഫോർഡ് സിഗ്നൽ. നമ്മൾ ഇന്നോട് സംസാരിക്കാൻ പോകുന്നത് ചില ആൾക്കാർക്ക് വിഷമം തരുന്നൊരു ടോപ്പിക്കാണ്. ഷുഡ് വി സെൽ ലിസാൻഡ്രോ മാർട്ടിനസ് എന്നതാണ് എൻ്റെ ചോദ്യം. അതിന് നിങ്ങൾ താഴെ കോമൻറ്റ് ചെയ്യുക. ഇനി ലിസാൻഡ്രോ മാർട്ടിനസിനെ എന്തിന് സെല് ചെയ്യണം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് സ്റ്റാറ്റ്സ് ആൻഡ് നമ്പേഴ്സ് ഇവിടെ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ ഫുള്ള് കാണുക. അതിനുശേഷം നിങ്ങളുടെ കോമൻറ്റ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിപ്രായങ്ങളായി താഴെ എഴുതാം. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ലിസാൻഡ്രോ മാർട്ടിനസ് 28 വയസ്സ് മാത്രം പ്രായമുള്ള ദി അർജന്റീനിയൻ ബുച്ചർ. നമ്മുടെ ടീമിൻ്റെ ഒരു നെടും തൂണ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഈ മാർട്ടിനസ്, നമ്മുടെ ലിച്ച. 2027 ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ കോൺട്രാക്റ്റ് കഴിയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ. 120K പെർ വീക്കാണ് ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ സാലറി. അതായത് ഒരു വർഷം നമ്മൾ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യുന്നത് 6.25 മില്യൺ പൗണ്ട്സ് ആണ്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താ അറിയോ? നമ്മൾ ഈ 6.25 മില്യൺ പൗണ്ട്സ് ലിസാൻഡ്രോ മാർട്ടിനസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ ലിസാൻഡ്രോ മാർട്ടിനസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കുപ്പായത്തിൽ മിസ്സായ ഗെയിമുകളുടെ എണ്ണം എടുത്താൽ അത് 60% എന്നാണ് ഡേറ്റ പ്രൂവ് ചെയ്യുന്നത്. 60%. നമ്മൾ ലൂക്ക് ഷോ, മേസൺ മൗണ്ട്, അതിന് മുന്നൊക്കെ പോയി കഴിഞ്ഞാൽ മാർഷ്യൽ, പോഗ്ബ, ഫിൽ ജോൺസ്, ഇങ്ങനത്തെ കുറേ പ്ലേയേഴ്സ് നമ്മുടെ കുപ്പായത്തിൽ ഉണ്ടായിരുന്നു. ഇവരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കുറേ അറഞ്ചം പുറഞ്ചം തെറികളും അതേപോലെ തന്നെ ക്രിറ്റിസിസവും കേട്ട പ്ലേയേഴ്സാണ്. അതിൽ മെയിൻ ക്രിറ്റിസിസം പല പ്ലേയേഴ്സിനും കൊടുത്തിരുന്നത് ഇവർ നമ്മുടെ കുപ്പായത്തിൽ കളിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും കളികൾ ഇവർ മിസ്സാവുന്നു, അവൈലബിൾ അല്ല എന്നുള്ള റീസൺസ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലിസാൻഡ്രോ മാർട്ടിനസും ആ ഗണത്തിൽ പെടുന്ന പ്ലെയർ അല്ലേ എന്നാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം. ഞാൻ ഈ ടോപ്പിക്ക് ചെയ്യാൻ തന്നെ മെയിൻ കാരണം, ഈവൻ ദോ ഐ നോ ദിസ് ഇസ് അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ, അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ടോപ്പിക്കാണ് പലർക്കും. കാരണം ലിച്ച പറഞ്ഞ പ്ലെയർ നമ്മുടെ പിച്ചിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കുമ്പോൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് പറഞ്ഞിട്ടെങ്കിൽ അൺമാച്ച്ഡ് ആണ് വേറെ ഏത് പ്ലെയർ കളിച്ചാലും. അതുപോലെ ലെനിയോറോ ആണെങ്കിലും, മെഗ്വർ ആണെങ്കിലും, എഡൻ ഹെവൻ ആണെങ്കിലും, ലൂക്ക് ഷോ ആണെങ്കിലും, ആ സ്പോട്ടിൽ LCB റോളിൽ കളിക്കുന്ന ഒരു പ്ലെയർക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ 150% ആണ് പൊതുവെ ലിസാൻഡ്രോ മാർട്ടിനസ് എന്ന കിടിലൻ ഫുട്ബോളർ കൊടുക്കാറ്. പക്ഷേ അത് നമ്മൾ 60% നമ്മുടെ സീസണിൽ മിസ് ചെയ്യാണ്. ഇതാണ് എൻ്റെ മെയിൻ പ്രശ്നം ഈ ഒരു ലിസാൻഡ്രോ മാർട്ടിനസ് ടോപ്പിക്ക് കൊണ്ടുവരുമ്പോൾ. പിന്നെ ഒരു വർഷം മാത്രമാണ് കോൺട്രാക്റ്റ് ഉള്ളൂ. ഇനി തീർച്ചയായിട്ടും ലിസാൻഡ്രോ മാർട്ടിനസിനോട് നിൽക്കണമെങ്കിൽ ഈ ഒരു സീസൺ തുടങ്ങുമ്പോൾ നമ്മൾ ലിസാൻഡ്രോ മാർട്ടിനസിന് പുതിയ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും ഇൻജേർഡ് ആയിട്ടുള്ളൊരു പ്ലെയർക്ക് ഒരു കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മളത് ഗ്ലേസേഴ്സിൻ്റെ അണ്ടറിൽ ചെയ്ത അതേ പ്രശ്നമല്ലേ നമ്മൾ ഇനിയോസിൻ്റെ അണ്ടറിലും ഫോളോ ചെയ്യാൻ പോകുന്നത് എന്നാണ് എൻ്റെ പേടി. വാട്ട് ഡു യു ഗൈസ് തിങ്ക്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കാരണം ഞാൻ ഈ നമ്പേഴ്സ് പറഞ്ഞു വെച്ചിട്ട് ഡു യു തിങ്ക് ഇറ്റ്സ് എ സ്മാർട്ട് മൂവ്? അതായത് ലിസാൻഡ്രോ മാർട്ടിനസിന് പുതിയൊരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കൊടുക്കുന്നത്, അതിന് പകരം ലിസാൻഡ്രോ മാർട്ടിനസിനെ സെല്ല് ചെയ്യണോ വേണ്ടത്? നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കോമൻറ്റ് ചെയ്യാം. ഞാൻ ഈ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ടോപ്പിക് എടുക്കാൻ മെയിൻ കാരണം നിക്കോ സ്ലോട്ടർബാക്ക് എന്ന സെൻറ്റർ ബാക്കിനായിട്ട് നമ്മൾ ലിങ്ക്ഡ് ആയതുകൊണ്ടാണ്. അതിപ്പോൾ കുറച്ച് 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ പ്ലെയറായിട്ട് ലിങ്ക്ഡ് ആയിരുന്നു. പക്ഷേ അന്ന് ഇതേപോലെ തന്നെ സ്ലോട്ടർബാക്ക് ഡോർട്ട്മുണ്ടിൽ പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്ത് അങ്ങനെ എന്തോ ഉണ്ടായി. നിക്കോ സ്ലോട്ടർബാക്ക് ഒരു കിടലൻ ഫുട്ബോളറാണ്. ഒരു ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഒരു കാർബൺ കോപ്പി എന്നൊക്കെ വേണമെങ്കിൽ, ബിൽഡപ്പ് ഫേസിലൊക്കെ കാർബൺ കോപ്പി എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ചങ്ങായിക്ക് സ്ലോട്ടർബാക്കിന് ഏരിയൽ ഡ്യുവൽസും ഗ്രൗണ്ട് ഡ്യുവൽസും ഒക്കെ ലിസാൻഡ്രോ മാർട്ടിനസിനെക്കാട്ടും കൂടുതൽ വിൻ ചെയ്യാനുള്ള കഴിവും സ്റ്റാറ്റ്സിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ ആ ഒരു സ്റ്റാറ്റ്സിലൂടെയും കൊണ്ടുപോകാം. അപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്നത്, നമ്മളിപ്പോൾ ഇവിടെ ഞാനിവിടെ ചെയ്തത് നിക്കോ സ്ലോട്ടർബാക്കിനും അല്ലെങ്കിൽ ലിസാൻഡ്രോ മാർട്ടിനസിനെയും നിക്കോ സ്ലോട്ടർബാക്കിനെയും ഒന്ന് കമ്പയർ ചെയ്തതാണ്. നിങ്ങളിവിടെ കാണാൻ പറ്റും. സോ ബേസിക്കലി രണ്ട് പേർക്കും ഏജ് ഡിഫറൻസ് ഒന്നും അധികമില്ല. ഇപ്പോൾ ലിസാൻഡ്രോ മാർട്ടിനസിന് 28 വയസ്സ്, നിക്കോ സ്ലോട്ടർബാക്ക് 2 വയസ്സ് യങ്ങറാണ്, 26 വയസ്സ്. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ നിക്കോ സ്ലോട്ടർബാക്ക് സ്വാഭാവികമായിട്ടും ലിസാൻഡ്രോ മാർട്ടിനസിനെക്കാളും കൂടുതൽ ഹൈറ്റുള്ള ഒരു പ്ലെയറാണ്. അതിൻ്റെ കൂടെ തന്നെ ഹീറ്റ് മാപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ കാണാൻ പറ്റും ഈ സീസണിൽ പ്രത്യേകിച്ച് ലിസാൻഡ്രോ മാർട്ടിനസ് കളിച്ചിട്ടില്ല അധികം, പക്ഷേ എന്നാലും ഈ സീസണിൽ അവൈലബിലിറ്റി ഏറ്റവും കൂടുതൽ നിക്കോ സ്ലോട്ടർബാക്കിന് ആയതുകൊണ്ട് തന്നെ ഹീറ്റ് മാപ്പിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അറ്റാക്കിംഗ് ഫേസിലും ഡിഫൻസീവ് ഫേസിലും ഒരേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് നിക്കോ സ്ലോട്ടർബാക്ക് എന്നാണ് എനിക്ക് ഈ ഹീറ്റ് മാപ്പ് നോക്കുമ്പോൾ മനസ്സിലായത്. പിന്നെ ബാക്കിയുള്ള ഡേറ്റാസ് എടുത്താലും, അതായത് ഇപ്പോൾ അറ്റാക്കിംഗ് സ്റ്റാറ്റ്സ് എടുത്താലും അതേപോലെ തന്നെ ഡിഫൻസീവ് സ്റ്റാറ്റ്സ് ഒക്കെ എടുത്താലും നിക്കോ സ്ലോട്ടർബാക്ക് മാർട്ടിനസിനെക്കാട്ടും മുന്നിലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രൗണ്ട് ഡ്യുവൽസും അതേപോലെ തന്നെ ഏരിയൽ ഡ്യുവൽസും വിൻ ചെയ്യാനുള്ള കഴിവ് അത് മാർട്ടിനസിനെക്കാട്ടും കൂടുതൽ നിക്കോ സ്ലോട്ടർബാക്കിന് ഉണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ പറയും, ബ്രോ നിക്കോ സ്ലോട്ടർബാക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരു ഗ്യാരണ്ടി ഉള്ളത് അവനോട് ഹിറ്റാവും, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നു മാർട്ടിനസിനെ വിറ്റിട്ട് നിക്കോ സ്ലോട്ടർബാക്കിനെ എടുക്കണം എന്നുള്ളത്?
ഞാൻ അതിന് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ വീണ്ടും ഞാൻ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിക്കാൻ സ്ക്രീനിൽ. നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് നോക്ക്. കഴിഞ്ഞ 12 മാസത്തിൽ ലിസാൻഡ്രോ മാർട്ടിനസ് എത്ര കളികളാണ് കളിച്ചതെന്ന് നിങ്ങൾക്കോട് കാണാൻ പറ്റും. കഴിഞ്ഞ 12 മാസത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് മാർട്ടിനസ് കളിച്ചത് വെറും 14 പ്രീമിയർ ലീഗ് ഗെയിംസ് ആണ്. 12 മാസത്തിൽ വെറും 14 പ്രീമിയർ ലീഗ് ഗെയിംസ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഞാൻ ഇവിടെ കാണിക്കുന്ന സ്ക്രീൻഷോട്ടിൽ കാണാൻ പറ്റും എത്രത്തോളം ഇഞ്ചുറീസ് ആണ് മാർട്ടിനസിന് വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ നോട്ട് ചെയ്തൊരു സംഭവം 2024-2025 സീസണിൽ വന്ന ലിഗമെന്റ് ഇഞ്ചുറി ആയിരുന്നു. 292 ദിവസമാണ് ലിസാൻഡ്രോ മാർട്ടിനസ് നമ്മുടെ ടീമിൽ നിന്ന് ഒഴിഞ്ഞു നിന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാർട്ട് എടുത്ത് മനസ്സിലാവും എത്രത്തോളമാണ് ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഇഞ്ചുറി നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളത്. ആൻഡ് ഈ ഒരു സിറ്റുവേഷനിൽ വീണ്ടും നമ്മൾ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ട്രാപ്പിലോട്ടല്ലേ കാലെടുത്ത് വെക്കുന്നത് എന്നാണ് എൻ്റെ നിങ്ങളോടുള്ള ചോദ്യം. അപ്പോൾ ഇതൊരു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതിന് കൂടെ തന്നെ കോമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നിക്കോ സ്ലോട്ടർബാക്കിൻ്റെ ഇതേ റേഞ്ചിലുള്ള ഇഞ്ചുറി റെക്കോർഡ് എന്താണെന്നുള്ളതാണ്. എഗെയിൻ ഞാനിവിടെ കാണിക്കുന്ന സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. 156 ദിവസം 2024-2025 സീസണിൽ നിക്കോ സ്ലോട്ടർബാക്ക് മിസ് ചെയ്തിട്ടുണ്ട് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനും ജർമ്മനിക്കും വേണ്ടിയിട്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെയും അതേപോലെ തന്നെ നിക്കോ സ്ലോട്ടർബാക്കിൻ്റെയും ഇഞ്ചുറി റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയും ലിസാൻഡ്രോ മാർട്ടിനസ് തന്നെയാണ് ഏറ്റവും വേഴ്സ് സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു പ്ലെയർ, ഒരു ഡിഫെൻസീവ് പ്ലെയർ. ഇനി ഞാൻ പറയുന്നൊരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാം ഒരു ACL ഇഞ്ചുറി വന്നതിന് ശേഷം ഒരു പ്ലെയറും കരിയർ പിക്കപ്പ് ചെയ്യണം നമ്മൾ കണ്ടിട്ടില്ല. അതിൻ്റെ ലേറ്റസ്റ്റ് എക്സാമ്പിളാണ് റോഡ്രി. പിക്കപ്പ് ചെയ്ത പ്ലേയേഴ്സ് ഇടില്ല എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഒരു 80% പ്ലേയേഴ്സ് ഡ്രോപ്പ് ഓഫ് ചെയ്യാറാണ് പതിവ്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പേടി ഈ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ മുകളിൽ. കാരണം ലിസാൻഡ്രോ മാർട്ടിനസ് ഒരു ക്രൂഷ്യൽ ലിഗമെന്റ് ഇഞ്ചുറി കഴിഞ്ഞ് വന്ന ഒരാളാണ്. ആ ഒരു പ്ലെയർക്ക് ഇനി അങ്ങോട്ട് ഇഞ്ചുറി കൂടുന്നതല്ലാതെ കുറയാൻ പോകുന്നില്ല. സോ എനിക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ ദോ ഇറ്റ്സ് എ റിസ്കി സൈനിങ്, മാർട്ടിനസിനെ വിറ്റിട്ട് ഒരു നിക്കോ സ്ലോട്ടർബാക്ക് പോലത്തെ ഒരു ഡിഫൻസ് പ്ലെയറിനെ വാങ്ങുമായിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫ്യൂച്ചർ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കോമൻറ്റ് ചെയ്യുക. അത് കോമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം എനിക്കറിയാം ഇതൊരു അൺകംഫർട്ടബിൾ ടോപ്പിക്കാണ്. എല്ലാവർക്കും മാർട്ടിനസിന് ഇഷ്ടമാണ്. മാർട്ടിനസ് തിരിച്ചു വന്ന് നമ്മുടെ ഗെയിംസിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി നമുക്ക് ട്രോഫീസ് വിൻ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം, ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. ഇതില്ലാന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ കടന്നു പോകുന്ന റിയാലിറ്റിയെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നമ്മൾ റിയാലിറ്റിയെ കുറിച്ച് സംസാരിക്കാതെ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ കുറിച്ച് മാത്രം സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ ഓഫ് ദ ക്ലബ് എവിടെ എത്താൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളും ഫീലിങ്സൊക്കെ താഴെ കോമൻറ്റ് ചെയ്യുക. എനിക്കത് കാണാൻ അല്ലെങ്കിൽ കേൾക്കാനും അതേപോലെ തന്നെ വായിക്കാനും ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കോമൻറ്റ്സിനുള്ള റിപ്ലൈസ് ഞാൻ താഴെ എന്തായാലും തരുന്നതായിരിക്കും, മാക്സിമം തരാൻ നോക്കുന്നതായിരിക്കും. പുതിയ ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതേപോലത്തുള്ള റിയലിസ്റ്റിക് വീഡിയോ അൺകംഫർട്ടബിൾ ടോപ്പിക്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേര് സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. കാരണം ദിസ് ഈസ് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ്. സി യു അഗെയിൻ.